നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. കുറേ കാലത്തിന് ശേഷം ഇ ഡിയുടെ ആ ആക്രമണ കേസ്, ഇ ഡി ഒരു ഭാഗത്ത് എറണാകുളത്ത് അതിൻ്റെ നീക്കങ്ങൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ വരെ സമൻസ് അയക്കാനുള്ള ചില നീക്കങ്ങൾ ഇ ഡി നടത്തുന്നുണ്ട്. കർത്തയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ടുള്ള ചില കൂടുതൽ നീക്കങ്ങളുമായി ഇ ഡി പോകുന്നു. അതിൻ്റെ സമാന്തരമായിട്ട് തിരുവനന്തപുരത്ത് ഇ ഡി ആക്രമണ കേസും വീണ്ടും സജീവമാകുന്നു അല്ലേ? അതെ. പ്രതികൾക്ക് 2 തവണ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടും 26 പ്രതികൾ ജയിലിൽ കിടപ്പുണ്ട്. ഒരാൾക്ക് മാത്രമാണ് ജാമ്യം കിട്ടിയത്. 25 പേര് ഇപ്പോഴും ജയിലിലുണ്ട്. അപ്പോൾ അങ്ങനെ ജാമ്യം കിട്ടിയ പ്രതികൾക്ക്, ജാമ്യം നിഷേധിക്കപ്പെട്ട പ്രതികൾ ഇപ്പോഴും തുടരുന്നു. അവർ ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള തീരുമാനമാണ്. അപ്പോൾ എന്തായിരിക്കും ഈ ഒരു അവസ്ഥ? കാരണം അതിൽ പലരുടെയും IPPനോടക്കം പലരുടെയും പ്രമേഹ രോഗികളാണ്. അവിടെ രോഗാവസ്ഥ ആരോഗ്യനില ഇത്തിരി മോശമായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ അവർക്ക് കൃത്യമായ ചികിത്സ അവർ ആശുപത്രിയിൽ വരുന്നുണ്ട്. പക്ഷേ ഒരു 2 മാസമാകുന്നു, 2 മാസം അടുക്കാറാകുന്നു ഇവർ ജയിൽവാസം 60 ദിവസം കൃത്യമായി പറഞ്ഞു ജയിൽവാസം തുടങ്ങിയിട്ട്. ഞാൻ മനസ്സിലാക്കുന്നത് 27 ഈ ആക്രമണം അല്ല, മെയ് 25-നായിരുന്നു ഈ റെയ്ഡും മറ്റു കാര്യങ്ങളും. 25, 26, 27 ദിവസങ്ങളില്ല. അതിൽ ഏതാണ്ട് 2 ദിവസത്തിനുള്ളിൽ ഇവരെല്ലാം അറസ്റ്റിലായി. 28, 29. ഇപ്പോൾ ഇന്നിപ്പോൾ 29ആണ്. 60 ദിവസം എത്തുന്നു. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ കേസിൽ സെഷൻസിൽ നിന്ന് ജാമ്യം കിട്ടുന്നത് നടക്കാത്ത കാര്യമാണ്. പക്ഷെ ഇവരൊക്കെ ധരിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ, പൊതുവേ കോൺഗ്രസ് ഭരിക്കാൻ വന്നു, ശരിയാണ്. പക്ഷെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കാര്യങ്ങൾ പോകും. മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. അഡ്ജസ്റ്റ്മെൻറ്റിൽ കാര്യങ്ങൾ പോകും എന്നാണ് ധരിച്ചത്. അതുകൊണ്ടാണ് ഇവർ കുറച്ച് പേരൊക്കെ അറസ്റ്റിന് തയ്യാറായത്. കാരണം ഇവരെ ഇ ഡിയെ ആക്രമിച്ചു എന്നുള്ളത് ഇത്ര ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്, ഗുരുതരമായ വകുപ്പുകൾ അതിൽ ചുമത്തും എന്ന് ഇവരാരും പ്രതീക്ഷിച്ചില്ല. CPMൻ്റെ നേതാക്കളും പ്രതീക്ഷിച്ചില്ല. ഇവർ സ്വാഭാവികമായിട്ടും സാധാരണ നിലയ്ക്ക് ഒരു CPMൻ്റെ ഏതെങ്കിലും ഒരു നേതാവിനെ, അല്ലെങ്കിൽ DYFIയുടെ നേതാവിനെ, SFIയുടെ നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ, ഇവർ സാധാരണ പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ ഇവർ സ്റ്റേഷനിൽ ചെന്ന് സ്റ്റേഷൻ ഖരാവോ ചെയ്ത് സ്റ്റേഷൻ ഉപരോധിച്ച് പ്രതിയെ ഇറക്കിക്കൊണ്ടുവരും. പാർട്ടി ഏരിയ സെക്രട്ടറിയോ അല്ലെങ്കിൽ വേണ്ടി വന്നാൽ ജില്ലാ സെക്രട്ടറി തന്നെയും നേരിട്ട് വന്ന് ഈ പ്രതിയെ ഇറക്കിക്കൊണ്ടുപോകും. കേസൊക്കെ പിന്നെ നടക്കും, അത് വേറെ കാര്യം. പക്ഷേ അങ്ങനെ അങ്ങനെയൊക്കെയാണ് CPM പൊതുവെ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ഇ ഡി എന്ന മട്ടിലാണ് പാർട്ടി ഈ വിഷയത്തെ സമീപിച്ചത്. അപ്പോൾ ഈ പാർട്ടി അണികളും പ്രവർത്തകരും നേതാക്കളുമായിട്ടുള്ള, ഇപ്പോൾ ബിനുവൊക്കെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്, അവരും കരുതിയിരുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്യുമോ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും അവർ ചിന്തിച്ചില്ല വാസ്തവത്തിൽ. അപ്പോൾ സ്വാഭാവികമായൊരു ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ഏറി വന്നാൽ രണ്ടാഴ്ച അങ്ങനെ 14, 28 ദിവസം കഴിയുമ്പോൾ നമുക്ക് ജാമ്യം കിട്ടിയേക്കും, സെഷൻസിൽ നിന്ന് ജാമ്യം കിട്ടിയേക്കും എന്നാണ് ഇവരെല്ലാം, നേതാക്കൾ ഉൾപ്പെടെ, എന്തിനു പറയുന്നു, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ കരുതിയിരുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇത് സംഗതി കുറച്ച് കടുപ്പമാണ്. നമ്മൾ മലയാളി വലിയ പ്രബുദ്ധരാണ്. അതിൽ CPMകാരെന്ന് പറഞ്ഞാൽ അവരാണ് അറിവുള്ളവർ. അവരെക്കാളും അറിവുള്ളവർ കേരളത്തിൽ വേറെ ഇല്ല. പക്ഷെ ബംഗാളിൽ ഇ ഡിയെ ആക്രമിച്ച കേസിൽ ഷാജഹാൻ ഷെയ്ഖ് 800 ദിവസത്തിലധികമായിട്ട് അകത്ത് കിടക്കുന്ന കഥ ഇവരാരും അറിഞ്ഞില്ല, അല്ലെങ്കിൽ അത് ഗൗരവത്തിലെടുത്തില്ല. അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അവരുടെ കയ്യിൽ കിട്ടിയില്ല. അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ അവരൊരിക്കലും ഇ ഡിയെ ആക്രമിക്കാനോ തടയാനോ ആരും പോകില്ലായിരുന്നു. കുറഞ്ഞപക്ഷം നേതാക്കളെങ്കിലും, അതായത് ജില്ലാ നേതാക്കളെങ്കിലും ഇവരെ തടഞ്ഞേനെ. മുകളിലിരിക്കുന്ന ആരുടെയെങ്കിലേക്ക് ആഹ്വാനം കേട്ടുകൊണ്ട് ചാടി വീണ് ആ പിണറായി ഭക്തി പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് സാഹസ ബുദ്ധിയോടെ ആരെങ്കിലും പ്രവർത്തിക്കാൻ തയ്യാറായാൽ പോലും ജില്ലാ നേതാക്കൾ ഇടപെട്ട് അത് തടഞ്ഞേനെ. കാരണം ജില്ലാ നേതാക്കൾക്ക് അതിൻ്റെ അപകടം അറിയാം. ഗൂഢാലോചന കേസിൽ പെടുന്നത് അവരായിരിക്കും. തീർച്ചയായിട്ടും. ഇതിപ്പോൾ ഇവിടുത്തെ വിഷയം, ഈ 26 പേരെ അറസ്റ്റ് ചെയ്തു, അതിനപ്പുറത്തേക്ക് കേസ് പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, സംസ്ഥാന പോലീസ്, കേരള പോലീസ് ഇനി അറസ്റ്റ് ചെയ്യേണ്ടത് ജില്ലാ നേതാക്കളെയാണ്. ഗൂഢാലോചന നടത്തി എന്നുള്ള ഒരു കാര്യത്തിലേക്ക് അന്വേഷണം പോകണം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ഗൂഢാലോചന നടത്തിയിട്ടാണ് ഇ ഡിയെ ആക്രമിച്ചതെങ്കിൽ, എന്തായാലും ആരെങ്കിലും പറയാതെ ഇവരാരും ചാടിക്കയറി ഒന്നും ചെയ്യില്ലല്ലോ അണികൾ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തിലേക്ക് അന്വേഷണം പോകാതെ, അന്വേഷണം വാസ്തവത്തിൽ സ്തംഭിച്ച് നിൽക്കുകയാണ്. കാരണം UDFനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. ഒരു വശത്ത് CPMന് പണി കിട്ടും എന്നുള്ള കാര്യം അവർക്ക് സന്തോഷമാണ്.
പക്ഷേ എങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു അന്തർധാര എപ്പോഴും എല്ലാവരും തമ്മിൽ സജീവമാണ്. ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ, അതിൽ BJPയും കോൺഗ്രസും CPMഉം ഒക്കെ ആ കാര്യത്തിൽ ഏതാണ്ട് നമ്മുടെ പഴയ സിനിമയിൽ പറയുന്ന പോലെ അന്തർധാര, കുമാരപിള്ള സാർ പറയുന്ന അന്തർധാര വളരെ സജീവമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു വിഷമവുമുണ്ട് ഈ കാര്യത്തിൽ. പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ED-യുമായിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞങ്ങൾ ഇവിടെ വെച്ച് ഇതങ്ങ് നിർത്തി മിണ്ടാതിരിക്കുക. ഇതാണ് ഇനിയിപ്പോൾ ED ഇപ്പോൾ ഇത് ഹൈക്കോടതിയിൽ പോകുന്നത് കൂടുതൽ അപകടമാണ് വാസ്തവത്തിൽ. കാരണം ED അവിടെ പറയും ഈ അന്വേഷണം ഒന്നും നടക്കുന്നില്ല, ഇത് അന്വേഷണം സ്തംഭിച്ചിരിക്കുകയാണ്, കൂടുതൽ പ്രതികളുണ്ട്, 100-300 പേര് ചേർന്നാണ് ആക്രമിച്ചത്, അതിൽ മറ്റുള്ളവരെ വിഷ്വൽസ് ഒക്കെ ഉണ്ട്. കോടതിയിൽ ഈ വിഷ്വൽസ് എല്ലാം പ്രസൻറ്റ് ചെയ്യും. എന്നിട്ട് ഇവർ പറയാൻ ED കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് പറയും ഇതിൻ്റെ പുറകിലൊരു ഗൂഢാലോചനയുണ്ട്, അപ്പോൾ അത് നേതാക്കൾ അറിയാതെ, ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും അറിയാതെ ഇത് നടക്കില്ല, അന്ന് അടിയന്തര അവൈലബിൾ സംസ്ഥാന കമ്മിറ്റി ചേർന്നു. ഇതൊക്കെ തെളിവുകളാണ്. അപ്പോൾ ഇതിനെല്ലാം CPM സമാധാനം പറയണം. അവിടെ ഈ കോൺഗ്രസ് വിചാരിക്കണമെന്ന് വെച്ചാൽ ED ഹൈക്കോടതിയിൽ എന്തെങ്കിലും പറഞ്ഞ അന്വേഷണം ഈ കേരള പോലീസിൻ്റെ എടുത്ത് മാറ്റി കേന്ദ്ര ഏജൻസിയിൽ ആരെങ്കിലും NIAക്കോ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ നമുക്ക് തൊല്ലയില്ലല്ലോ, നമ്മളെടുത്ത് ഇതും പറഞ്ഞ ആരും വരത്തില്ലല്ലോ. ഇതാണ് UDFൻ്റെയും സർക്കാരിൻ്റെയും ലൈൻ, സംസ്ഥാന സർക്കാരിൻ്റെ ലൈൻ അതാണ്. ഇത് EDക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവരവിടെ കടുപ്പിക്കും. കാരണം ഇതിനകത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് ഭയം കൂടാതെ ജോലി ചെയ്യണം. ED എന്ന് പറയുന്നത് നമ്മുടെ കേരള പോലീസ് പോലൊരു വലിയ ഫോഴ്സ് അല്ല, ബലമൊന്നും പ്രയോഗിക്കാൻ പറ്റിയൊരു ഫോഴ്സ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സ്വാഭാവികമായിട്ടും അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരെ ആക്രമിക്കപ്പെടുന്നു, ഒരു ബാങ്ക് മാനേജർ ആക്രമിക്കപ്പെടുന്നു. അപ്പോൾ അത് അവരെ സംബന്ധിച്ചൊരു നിസ്സാര കാര്യമല്ല. അവരതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല. ഇതിനകത്തിപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ ഇടപെട്ടാൽ പോലും ED വഴങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആ ഫോഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവരുടെ മൊറയിലിനെ അത് ബാധിക്കും. ഉദ്യോഗസ്ഥർ ഭീതി കൂടാതെ ജോലി ചെയ്യാൻ മടിക്കും, ധൈര്യസമേതം ജോലി ചെയ്യാൻ അവർ മടിക്കും. കാരണം അന്ന് ആക്രമിച്ചിട്ട് കണ്ടില്ലേ, ആ കേസ് നിങ്ങൾ സെറ്റിൽ ചെയ്തില്ലേ അവരുമായിട്ട്, പിന്നെ ഞങ്ങളങ്ങനെ. അപ്പോൾ പിന്നെ അവരോടൊരു കാര്യം നിർദ്ദേശം മുകളിൽ നിന്ന് വന്നാൽ അവർ പറയും പറ്റത്തില്ല സാറേ, ഞങ്ങൾ അല്ലെങ്കിൽ അത്ര CRPFൻ്റെ വലിയ സെക്യൂരിറ്റിയൊക്കെ തരണം, എങ്കിൽ ഞങ്ങൾ അവിടെ റെയ്ഡിന് പോകും. ഇത് ഉദ്യോഗസ്ഥർ ഒറ്റക്കെട്ടായിട്ട് പറയും. ഇതാണ് ഈ കേസിൽ EDക്ക് അനുകൂലമായ നിലപാടേ കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ. അവരൊരിക്കലും മറിച്ച് ഒരു നിലപാട് എടുക്കില്ല. ഇങ്ങനെയെല്ലാം വരുമ്പോൾ ഈ കേസ് ഇപ്പോൾ ഹൈക്കോടതി പോയാൽ ED കാര്യങ്ങളെല്ലാം അവിടെ ഉന്നയിക്കും. അതോടുകൂടി ഇപ്പോൾ ഹൈക്കോടതി പറയണ കേരള പോലീസിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചോദിക്കും, നിങ്ങളെന്താ ബാക്കി ഇതെവിടെ, എന്താ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു, റിപ്പോർട്ട് കൊടുക്കാൻ പറയും. ആ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് തൃപ്തി അല്ലെങ്കിൽ കോടതി പറയുന്നത് കേസ് NIAക്ക് കൊടുക്കാൻ പറഞ്ഞാൽ പെട്ടോ. ജില്ലാ സെക്രട്ടറി ജോയി, മുൻ മന്ത്രിമാരായ ശിവൻകുട്ടി കടകംപള്ളി, മുൻ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ ഒക്കെ കുരുങ്ങില്ലേ? ഇവരെല്ലാം സമാധാനം പറയണ്ടേ? തീർച്ചയായിട്ടും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പോലും സമാധാനം പറയേണ്ടി വരും. സമൻസ് കൊടുത്ത് അങ്ങോട്ട് വിളിപ്പിക്കും NIA. ഇങ്ങനെയൊക്കെയുള്ള അപകടം ഇതിൻ്റെ പുറകിലുണ്ട്. നമുക്ക് ഇവരോട് സഹതാപമുണ്ട്. ഈ അണികൾ, പാവങ്ങൾ, ഇവർ നേതാക്കൾ പറയണത് കേട്ട് ചാടി ഇറങ്ങി അവിടെ ആവേശം ഉണ്ടല്ലോ, ഈ ആവേശമാണ് പാർട്ടി എന്നുള്ള ആവേശം. അത് അവരുടെ പാർട്ടിയോടുള്ള ആത്മാർത്ഥത, സ്നേഹമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ നിയമത്തിന് ഇതൊന്നും ബാധകമല്ല. വേറൊരു അപകടം കൂടിയുണ്ട്. ഈ പ്രതികളെ 26 പേർ കൃത്യം ചെയ്തവരാണ്. പ്രേരണ കുറ്റത്തിന് ഇനിയും നേരത്തെ പറഞ്ഞല്ലോ, പ്രശാന്ത് പറഞ്ഞല്ലോ, പുറത്തു വന്നു. അപ്പോൾ കോടതി പറയും അവരെയും കൂടെ അറസ്റ്റ് ചെയ്തിടാൻ പറയും. ഹൈക്കോടതി കേരള പോലീസിന് ഇപ്പോൾ കൊടുക്കാൻ പോണ നിർദ്ദേശം, എന്തുകൊണ്ട് ഇതിൽ ബാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നൊരു ചോദ്യം. നാളെ ഇത് ഹർജി വരുമ്പോൾ ഇവരിപ്പോൾ, ഞാൻ മനസ്സിലാക്കുന്നത് CPMൻ്റെ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന 25 പേരും നാളെ 6 പേരോ 7 പേരോ ഹർജി സമർപ്പിക്കും എന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിൻ്റെ കൂടെ ഓരോ ദിവസം ഓരോരോ ടീം, അങ്ങനെ ഏതാണ്ട് ആഗസ്റ്റ് 4-ാം തീയതിക്കുള്ളിൽ മുഴുവൻ ആൾക്കാരും ഹർജി സമർപ്പിക്കും, ജാമ്യം തേടിയിട്ടുള്ള ഹർജി സമർപ്പിക്കും. ഇപ്പോൾ ഈ ഹർജിയെല്ലാം കൂടെ ഹൈക്കോടതി ഒരുമിച്ച് പരിഗണിക്കും. ഇത്രയും പേരെ പിടിച്ച് നിങ്ങൾ എന്തിനാണ് വെറുതെ അകത്തിട്ടിരിക്കുന്നത്? അവരിപ്പോൾ 60 ദിവസം ആയില്ലേ കേസ് മുന്നോട്ട് പോകും. എന്താണ് ഇതിൻ്റെ ഇത്? ഈ കേസിലെല്ലാം ED കക്ഷി ചേർന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഇവർ ഈ ജാമ്യ ഹർജി കൊടുക്കുന്നത് EDയെ ഒഴിവാക്കി നിർത്തിയിട്ട് കേരള പോലീസിനെതിരെ വെച്ചുകൊണ്ടാണ് ഇവർ ജാമ്യ ഹർജി കൊടുക്കുന്നത്. പക്ഷെ കേസ് വരുമ്പോൾ ഹൈക്കോടതി EDയെ വിളിപ്പിക്കാതിരിക്കില്ല. സംസ്ഥാന സർക്കാരും അഭിഭാഷകനെ വെച്ചിട്ടുണ്ട്. EDയും അഭിഭാഷകനെ വെച്ചിട്ടുണ്ട്. ED ഇപ്പം ഞാൻ ഏറ്റവും ഒടുവിൽ വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം,
അഡീഷണൽ സോളിസിറ്റർ ജനറലിനെ പോലും വേണ്ടി വന്നാൽ കേസിൽ ഇടപെടിക്കും ഇ ഡി രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. അവർക്ക് അവരുടെ ആ ഒരു ഇത്, കാരണം അവരെ ആക്രമിച്ചാൽ അവർ സ്വാഭാവികമായിട്ട് ഇന്ന് ഇങ്ങനൊരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നാളെ ഇതിനേക്കാൾ വലിയ പ്രശ്നം അവർക്ക് നേരെ ഉണ്ടാവും. ഒരു ഉദ്യോഗസ്ഥൻ്റെ ജീവന് ഹാനി സംഭവിച്ചാൽ എന്ത് ചെയ്യും? ആര് സമാധാനം പറയും? കേന്ദ്ര സർക്കാർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ? ഇല്ല. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാനുള്ള ഒരു പ്രിക്വേഷൻ, ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് അവർ കേസ് കടുപ്പിക്കും. അതുകൊണ്ടാണ് ഈ ഷാജഹാൻ ഷെയ്ഖ് ഇപ്പോഴും ഈ 850 ദിവസത്തോളമായിട്ട് അകത്ത് കിടക്കുന്നത്. എന്തുകൊണ്ട് ഇറങ്ങാൻ പറ്റുന്നില്ല? സുപ്രീം കോടതി വരെ പോയിട്ട് ജാമ്യം കിട്ടിയില്ല. UAPA എന്നൊരു വകുപ്പ് അതിനകത്ത് ചുമത്തിക്കളഞ്ഞു. രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ചുമത്തിയിരിക്കുകയാണ്. ED ആക്രമിക്കുന്നത് ഈ രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ വകുപ്പ്, അത് രാജ്യദ്രോഹം അല്ലെങ്കിൽ കൂടി അങ്ങനെ ഒരു വകുപ്പ് അതിനകത്ത് വരും. ഈ മറ്റേ ഇതൊക്കെ ചെയ്യുന്നത് പോലെ ശത്രു രാജ്യത്തിന് വേണ്ടി ചാരപ്പണി ചെയ്യുന്നത് പോലെയുള്ള രാജ്യദ്രോഹമൊന്നും അല്ല അത്. പക്ഷേ ഈ പറയുന്നത് പോലെ നമ്മുടെ വ്യവസ്ഥയെ, നമ്മുടെ സംവിധാനത്തെ ആക്രമിക്കുന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും രാജ്യദ്രോഹത്തിൻ്റെ വകുപ്പിനകത്ത് വരും. അങ്ങനെയാണ് അത് പ്രശ്നമാകുന്നത്. അതുകൊണ്ടാണ് ഈ ഷാജഹാൻ ഷെയ്ഖിന് ജാമ്യം കിട്ടാത്തത്. ഇത് ഇവർക്കെതിരെയും അതേ വകുപ്പുകൾ ചുമത്തപ്പെട്ടാൽ, ഇവർക്കെതിരെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് UAPA ചുമത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വല്ലതും വന്നാൽ എന്തായിരിക്കും ഇവരുടെ അവസ്ഥ? ഇത് CPM വലിയ പുലിവാലാണ് പിടിച്ചിരിക്കുന്നത്. അവർ വിചാരിക്കുന്ന പോലെ ഇത് നിസ്സാര കാര്യമല്ല. നമുക്ക് അവരോട് സഹതാപമുണ്ട്. ഈ ജയിലിൽ കിടക്കുന്ന അണികൾ ഒരു ആവേശത്തിൻ്റെ പുറത്ത് അവർ ചെയ്തു പോയി. അതിൽ തന്നെ പലരും രോഗികളാണ്. നമുക്ക് അവരോട് സഹതാപമുണ്ട്. പക്ഷേ നിയമത്തിന് ആരോടും സഹതാപം ഇല്ല. നമ്മളത് മനസ്സിലാക്കേണ്ട. ഇപ്പം ഞാനാണെങ്കിലും താങ്കളാണെങ്കിലും നിയമത്തിൻ്റെ വഴിക്കേ പോവുള്ളൂ. അതിനൊരിക്കലും ഈ ലോയും ജസ്റ്റിസും നിയമവും നീതിയും തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ നീതി ലഭ്യമാക്കുക എന്നുള്ളതാണ്. അതിന് നിയമം അഴിവില്ലാത്ത വണ്ണം ലൂപ്പ് ഹോളുകൾ ഇടാതെ പ്രവർത്തിക്കണം. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഇപ്പോൾ ഇവർ ഹൈക്കോടതി പോകുന്നത് ഇവർക്ക് എത്ര ഗുണം ചെയ്യും എന്നെനിക്ക് അറിയില്ല. ചിലപ്പോൾ കോടതി ഒരു ദയ തോന്നി പറയുന്നത് പോലെ ED വലിയ കടുപ്പിക്കാതെയൊക്കെ ഇരുന്നു ഒരു നോർമൽ രീതിയിൽ അങ്ങ് പോയി എങ്കിൽ ഇവർക്ക് ചിലപ്പോൾ ജാമ്യം കിട്ടിയേക്കും. എങ്കിൽ നല്ലത്. അവർ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് കേസ് നടക്കട്ടെ. പിന്നെ അതിൻ്റെ വിധി വരുന്നത് ഇപ്പോൾ കേരള പോലീസാണല്ലോ കുറ്റപത്രം ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് വിധി വരട്ടെ. നമുക്കതിനകത്തൊന്നും പറയാൻ സാധിക്കില്ല. അതൊക്കെ വിചാരണ നടന്ന് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ കോടതിയുടെ ഒരു ദയാവായ്പ ഇവർക്ക് കിട്ടാൻ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ സാഹചര്യമുണ്ടോ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. അത് ഒരു നിസ്സാര കാര്യമല്ല. സത്യത്തിൽ CPM വലിയ പുലിവാലിലാണ് ചെന്ന് പിടിച്ചിരിക്കുന്നത്. അതായത് പുലിവാലാണോ അതോ രാജവെമ്പാലയുടെ വാലിലാണോ പിടിച്ചിരിക്കണമെന്നൊരു ചോദ്യമുണ്ട്. ഈ 26 പേരെ ചോദ്യം ചെയ്താലും ആരാണ് ഗൂഢാലോചന നടത്തിയതെന്നുള്ള വ്യക്തമായ തെളിവ് കിട്ടാൻ സാധ്യതയില്ല. അല്ല, പക്ഷേ പോലീസ് അന്വേഷിച്ച് ഗൂഢാലോചന എന്ന് പറയുമ്പോൾ താങ്കൾ പറഞ്ഞ പോലെയാണ് ഒരു പ്രേരണ കുറ്റമാണ് അതിനകത്ത് വരിക. സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഒരു സമരം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നടത്തുന്നു. സമരത്തിൽ പങ്കെടുത്ത അണികൾക്കെതിരെ എല്ലാം കേസെടുത്തു. ആ അണികളെ അവിടെ കൊണ്ടുവന്നതാരാ? ആ പാർട്ടിയും പാർട്ടിയുടെ നേതാവും അവിടെ പ്രസംഗിച്ച ആളും ഒക്കെയാണ്. ഈ സമരം ആരാ ഓർഗനൈസ് ചെയ്തത്? അത് CPMൻ്റെ ഏരിയ കമ്മിറ്റി അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി. അപ്പോൾ ആ ലോക്കൽ കമ്മിറ്റിക്കെതിരെ കേസ് വരും, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ കേസ് വരും. പിന്നെ അതൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് ഇതങ്ങ് എഴുതി തള്ളും. കോടതിയിൽ സർക്കാർ കൊടുക്കുക. അത് കുറേ കാലം, ഒരു 4-5 കൊല്ലം കഴിയുമ്പോഴാണ് ഇത് എഴുതി തള്ളുന്നത്. അതുവരെ കേസ് അങ്ങനെ നിൽക്കും എന്ന് വെച്ച് ഇവരെ ആരെയും പിടിച്ച് ആരും മൂക്കി കയറ്റത്തൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇതങ്ങനെയല്ല. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് അവരുടെ ജീവഹാനിക്ക് പോലും ശ്രമമുണ്ടായി എന്ന് പറഞ്ഞാണ് ഈ കേസ് മുന്നോട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേസ് നിസ്സാരമല്ല. ഇത് ഹൈക്കോടതി ചെന്നാൽ എന്തും സംഭവിക്കാം. അവിടെ CPM ഈ പറയുന്നത് പോലെ വളരെ അപകടം പിടിച്ചൊരവസ്ഥയിലേക്കും അത് പോകാം. അല്ല, അത് ഒരു സഹതാപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് പതുക്കെ ഡൈല്യൂട്ട് ആവാനും സാധ്യതയുണ്ട്. നമുക്കതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും ഇവർ ജാമ്യ ഹർജി കൊടുക്കുന്നത് സ്വാഭാവികമായിട്ട് അവർക്ക് ജാമ്യം വേണം. അവർ ജാമ്യം തേടി ഹർജി കൊടുക്കുക സ്വാഭാവികമാണ്. അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല. 2 റിമാൻഡ് 4 റിമാൻഡ് കഴിഞ്ഞിരിക്കുന്നു. സത്യത്തിൽ ഇത് CPM തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അക്രമ സമരം എത്ര കണ്ട് വിജയിക്കും? ഇനി അതൊന്നും നമ്മുടെ രാജ്യത്ത് അതിനൊന്നും ഒരു 10-20 കൊല്ലം മുമ്പൊക്കെ ആണെങ്കിൽ ശരി, അതിനൊരു സാധ്യതയുണ്ടായിരുന്നു.
പക്ഷേ ഇനി അക്രമ സമരങ്ങളൊന്നും വിജയിക്കില്ല. കാരണം കാലം ഒരുപാട് മാറി. ഈ മാറ്റത്തെ നിങ്ങൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയാതെ മുന്നോട്ട് പോയാൽ പണ്ട് ദിവാൻ CP രാമസ്വാമി അയ്യർക്കെതിരെ വാരിക്കുന്തവും എടുത്തുകൊണ്ട് സമരത്തിന് പോയ ആ കാലമല്ല ഇന്ന്. അന്ന് സ്വാതന്ത്ര്യം ഇല്ല, അന്ന് ബ്രിട്ടീഷുകാരാണ് ഭരിക്കുന്നത്. ഇന്നതല്ല, സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഭാരതം. അപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തെ നമ്മൾ തന്നെ നശിപ്പിക്കുന്ന തരത്തിൽ, നമ്മുടെ റിപ്പബ്ലിക്കിനെ നമ്മൾ തന്നെ തകർക്കുന്ന രീതിയിൽ പോകണോ? അങ്ങനൊരു സമരം നമുക്ക് വേണോ? അതൊക്കെ നമ്മൾ ആലോചിക്കണം. ഈ അക്രമ സമരത്തിൻ്റെ ആ ഒരു കാലം കഴിഞ്ഞു. ആ ജനറേഷനൊക്കെ പോയി. ഇനി പുതിയ വരുന്ന ജനറേഷനുകൾ അങ്ങനെയല്ല പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന CPM മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചിന്തിക്കണം. BJPയും കോൺഗ്രസും ഒക്കെ ഈ കാര്യം ചിന്തിക്കണം. അക്രമ സമരമല്ല വേണ്ട, സമരത്തിൻ്റെയൊക്കെ ശൈലി മാറണം. അത് അവർ തീരുമാനിക്കട്ടെ, നമുക്കൊന്നും വേറൊന്നും പറയാനില്ല. പക്ഷേ ഈ കേസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ. എന്തായി തീരും എന്ന് നമുക്ക് ഒട്ടും തന്നെ പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ്.